വിപിൻ സി വിജയനുള്ളത് ഹയാത്തിലാണ്. അങ്ങോട്ടേക്കാണ് എയർ ആംബുലൻസ്, ഹൃദയവും വഹിച്ചുള്ള എയർ ആംബുലൻസ് എത്തുന്നത്. വിപിൻ വിശദാംശങ്ങളുമായിട്ട്. വിപിൻ, ഏതാണ്ട് 45 മിനിറ്റിനുള്ളിൽ തന്നെ പുറപ്പെട്ടു കഴിഞ്ഞാൽ ഈ എയർ ആംബുലൻസ് ഹയാത്തിലേക്ക് എത്തിച്ചേരുമെന്നതാണ്. അപ്പോൾ അവിടെയും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ് പിന്നീട് റോഡ് മാർഗം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിന് ജനങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകേണ്ടതുണ്ട്, ഇങ്ങനെ ഹൃദയവും വഹിച്ചുള്ള ഒരു ആംബുലൻസ് വരുന്നുണ്ട് എന്ന തരത്തിലേക്ക്. അപ്പോൾ അതിനൊക്കെയുള്ള ക്രമീകരണങ്ങൾ എങ്ങനെയാണ് വിപിൻ? അനുജ, എല്ലാം സജ്ജമായിരിക്കുന്നു. ഇനി ഇതാ ഹെലികോപ്റ്റർ എത്തിയാൽ മാത്രം മതി എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഹയാത്തിലെ ഹെലിപാഡിന് തൊട്ടടുത്താണ്. ഏകദേശം അപ്പോൾ അവിടെ നിന്നും വന്നു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ കൊച്ചിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കൊച്ചിയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഹയാത്തിലെ ഈ ഹെലിപാഡിൽ വന്നിറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ മാത്രമാണ് ജനറൽ ആശുപത്രിയിലേക്ക് ഉള്ളത്. ഏകദേശം ഒരു 10 മിനിറ്റിന്റെ ഉള്ളിൽ ആംബുലൻസിന് ആ ഒരു ദൂരം കവർ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നീട് ജനറൽ ആശുപത്രിയിൽ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഏകദേശം 1 വർഷം മുൻപ് തന്നെ ഹൃദയം മാറ്റിവെക്കുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും അവിടെ സജ്ജമായിരുന്നു ജനറൽ ആശുപത്രിയിൽ എന്നുള്ളതാണ്. പക്ഷേ അതിലേക്ക് ഇതുവരെയും കടന്നിരുന്നില്ല. കാരണം സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് വലിയ ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിരുന്നു ഈ ഹൃദയം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ ഒരു ജനറൽ ആശുപത്രിയിൽ നടക്കുക എന്നുള്ളത്. കാരണം അതിൻ്റെ ചിലവൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, വലിയ ചിലവാണ്. ഈ ഒരു സമയത്തായിരുന്നു ഈ ദുർഗാകാമി എന്നുള്ള ഒരു യുവതിയുടെ ഇത്തരത്തിലുള്ളൊരു ഹൃദയം മാറ്റിവെക്കലിന്റെ ഒരു പരിഗണന ഇവരുടെ അടുത്തേക്ക് വരുന്നത്. പക്ഷേ അതിനും നിയമമായിരുന്നു തടസ്സമായി നിന്നത്. കാരണം നേപ്പാൾ സ്വദേശിയാണ് ദുർഗാകാമി. ഈ നേപ്പാൾ സ്വദേശിക്ക് ഇപ്പോൾ ഇവിടുത്തെ ഈ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് മുൻഗണന നോക്കുകയാണെങ്കിൽ നമ്മളുടെ പൗരന്മാരെ ആദ്യം പരിഗണിക്കുക എന്നുള്ളതാണ് നിയമമുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുറച്ച് പിന്നിലേക്കായിരിക്കും. നേപ്പാൾ സ്വദേശി ആയതുകൊണ്ട് തന്നെ ആ ഒരു മുൻഗണനാ പട്ടികയിൽ കുറച്ച് പിന്നിലായിരുന്നു ദുർഗയുടെ പേരുണ്ടായിരുന്നത്. പിന്നീട് ഇത് ഹൈക്കോടതിയിൽ എത്തുകയായിരുന്നു. ഹൈക്കോടതിയിൽ ഇത് എത്രയും വേഗം പരിഗണിക്കണം എന്നുള്ള ആവശ്യവുമായി ഇവർ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഇങ്ങനെ ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് സംസ്ഥാന സർക്കാരിനോട് ഒരു പ്രത്യേക കേസായി അടിയന്തരമായി തന്നെ ഈ ഹൃദയം മാറ്റിവെക്കലിന്റെ കാര്യത്തിൽ ഇടപെടണമെന്ന് ഹൈക്കോടതി പറയുകയും ഈ ഒരു ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വഴിയൊരുങ്ങുകയും ചെയ്തത്. അങ്ങനെ അതിന് ജനറൽ ആശുപത്രി, അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായ ആ ജനറൽ ആശുപത്രി തന്നെ തിരഞ്ഞെടുക്കുകയുമായിരുന്നു. ഇനിയിപ്പോൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിന്റെ എല്ലാ ഒരുക്കങ്ങളും നമുക്ക് ഈ ശസ്ത്രക്രിയയിലേക്ക് പോകാം എന്നുള്ളത് രാവിലെ ഈ ജനറൽ ആശുപത്രി സൂപ്രണ്ട് തന്നെ 24നോട് പറയുകയും ചെയ്തിരുന്നു. ഇങ്ങനെ എല്ലാ ഒരുക്കങ്ങളുമായി പൂർത്തിയായിരിക്കുന്നു. ദുർഗാകാമിക്ക് ഇനി എത്രയും വേഗം ഈ ഹൃദയം എത്തുക എന്നുള്ള ആ ഒരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ കൊച്ചിയിലും ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കി ഈ ഹൃദയം വരുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നത്. അനുജ, അതിലെ ഈ റോഡ് മാർഗമുള്ള യാത്ര, അതിന്റെ ക്രമീകരണങ്ങൾ കൂടി ഒന്ന് വേഗം വിപിൻ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ. യെസ് അനുജ, ഇവിടുന്ന് 3 കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത്. അവിടെയൊക്കെ തന്നെ പോലീസിനെ ഇതിനോടകം തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. കാരണം ആ ഒരു പോകുന്ന വഴിയിൽ അവിടെയൊക്കെ പോലീസിനെ വിന്യസിപ്പിച്ചു കഴിഞ്ഞു. കാരണം പോകുന്ന വഴിയിലുള്ള വാഹനങ്ങൾ ആ സമയത്ത് ട്രാഫിക് ഒന്ന് നിയന്ത്രിക്കുക, ഈ ആംബുലൻസിനെ സുഗമമായി പോകുന്നതിനുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ തയ്യാറാവുക എന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ നഗരത്തിലുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും വിവരം നൽകിയിട്ടുണ്ട്. പോലീസുകാരെ പലയിടങ്ങളിലായി വിന്യസിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഹെലികോപ്റ്റർ ഇറങ്ങുന്നതോടുകൂടി തന്നെ ആ ഒരു റൂട്ട് കൃത്യമാക്കുന്നതിനും അത് എളുപ്പമാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളിലേക്ക് പോലീസ് കടക്കും. ആംബുലൻസ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു 8 മിനിറ്റിന്റെ ഉള്ളിൽ ഇവിടെ നിന്ന് നേരെ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചേരാം എന്നുള്ളതാണ് കരുതുന്നത്. അപ്പോൾ ഒരുക്കങ്ങൾ ആ ഒരു തരത്തിലെല്ലാം പൂർത്തിയായിരിക്കുന്നു. അത് ജില്ലാ ഭരണകൂടത്തിന്റെ തന്നെ ഒരു ഇടപെടലിൽ ഈ വഴിയൊക്കെ തന്നെ എപ്പോഴൊക്കെ ബ്ലോക്ക് ആക്കണം, എപ്പോൾ വഴിയൊരുക്കണം എന്നതിനൊക്കെ സംബന്ധിച്ച ഒരു കൃത്യത ഇതിനോടകം തന്നെ വരുത്തിയിട്ടുമുണ്ട്. അനുജ, അതാണ് ഷിബുവിന്റെ വലിയ മനസ്സിന് നമുക്ക് നന്ദി പറയാം. ഒപ്പം തന്നെ ആ കുടുംബത്തിന്റെ ദുഃഖത്തിലും നമ്മൾ പങ്കുചേരുകയാണ്. ഷിബുവിന്റെ ഹൃദയം മിടിക്കാൻ പോകുന്നത് നേപ്പാൾ സ്വദേശിനിയിലാണ്. ജനിതക വൈകല്യം ബാധിച്ച ഗുരുതരാവസ്ഥയിലായ നേപ്പാൾ സ്വദേശിനി, ബിരുദ വിദ്യാർത്ഥിനിയാണ്. ഷിബുവിന്റെ ഹൃദയത്തിനായുള്ള കാത്തിരിപ്പിലാണ്. അതിന്റെ എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ കൊണ്ടുപോകാനൊക്കെയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ഹൃദയം വേർപെടുത്തുന്ന ആ പ്രക്രിയയുടെ അവസാന ഘട്ടത്തിലാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.